കനകലത, എന്റെ പേര് മറന്നില്ലല്ലേ? എങ്ങനെ മറക്കാനാ? അല്ല, എന്താ ഇവിടെ? ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. ഞാൻ ഈ വീടിന്റെ മുകളിലാണ് താമസിക്കുന്നത്. ഈശ്വര, അപ്പൊ എന്റെ പേരും മറന്നിട്ടില്ല അല്ലേ? ഞാൻ സാക്ഷാൽ ഈശ്വരനെ വിളിച്ചതാ. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് ഞാൻ ഇപ്പോഴും കനകലത്തിന് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ടല്ലേ? ദേഷ്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് സ്ത്രീധനം പോരാന്ന് പറഞ്ഞ എന്റെ അച്ഛനോട് വഴക്കിട്ട് നിങ്ങൾ പോയതല്ലേ? അയ്യോ, ഞാൻ മനഃപൂർവ്വം പോയതല്ലോ. എന്റെ അച്ഛന്റെ പിടിവാശി കാരണമല്ലേ. അച്ഛന് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ? അല്ല, ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ അച്ഛന്റെ ഒരു പിടിവാശി. എന്നിട്ട് കല്യാണം കഴിച്ചോ നിങ്ങൾ വേറെ? ഇല്ല. അതെന്തു പറ്റി? അച്ഛൻ പോയി. ആരുടെ കൂടെ? അല്ല, ആരുടെയും കൂടെ പോയതല്ല. അച്ഛൻ മുകളിലോട്ട് പോയി. അച്ഛന്റെ മുകളിലുണ്ടോ? അതല്ല, അച്ഛൻ മരിച്ച് മുകളിലേക്ക് അങ്ങ് പോയി. ചേട്ടാ, എല്ലാവരും പറയും ഈ മരിച്ചവര് മുഴുവൻ മോളിൽ പോകുന്നു. അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? അല്ല, പിന്നെ മരിച്ചവരിന്റെ മുകളിലോട്ട് പോയാലും അപ്പുറത്ത് വീട്ടിൽ പോയെന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ പിന്നെ വേറെ എന്നെ ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാനൊരു ഹോസ്റ്റലിൽ പോയാണ് പെണ്ണ് കണ്ടത്. ഹോസ്റ്റലിലാണ് പെണ്ണ് കാണാൻ? ലേഡീസ് ഹോസ്റ്റലിൽ. വീട്ടിലൊന്നും കയറ്റി കാണില്ല. അതുകൊണ്ടല്ല, വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഒരു പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ലേഡീസ് ഹോസ്റ്റലാകുമ്പോൾ ഒരാൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വേറെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. നടന്നോ? ഇല്ല. അത് ഞാന് അവിടെ ചെന്ന് അവരോട് ഇങ്ങനെ ആദ്യമേ ചെന്നപ്പോഴേ ഞാൻ അങ്ങ് പറഞ്ഞു, എന്ത് ഒറ്റ സ്ത്രീധനവും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം കൂടെ മാറി ഇരുന്ന് ഇങ്ങനെ കുശിക്കുന്നു. സ്ത്രീധനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഈ ചെറുക്കൻ എന്തോ കുഴപ്പമുണ്ടല്ലോ. ശരിയല്ലേ? എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ കാണും. ചെറിയ ഒരു അങ്ങനെ ഒരു കുഴപ്പം സത്യം പറയാൻ എനിക്കില്ല. അല്ല, കനകലത കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. കഴിക്കാം. എന്റെ അച്ഛൻ എനിക്ക് 50 പവനും 5 ലക്ഷം രൂപയും മാരുതിക്കാരും തന്നാ പറഞ്ഞു വിട്ടത്. അതിന്റെ പകുതിയല്ല എന്റെ അച്ഛൻ ചോദിച്ചോളൂ. ചോദിച്ചു. സ്ത്രീധനം ചോദിക്കുന്ന എന്റെ അച്ഛന് ഇഷ്ടമല്ല. അതായിരുന്നു പ്രശ്നം. ഇവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ല. എന്റെ അച്ഛൻ മാന്യമായിട്ട് തന്നിട്ട് ഞങ്ങളെ കെട്ടിച്ചു വിട്ടു. അപ്പൊ ചോദിച്ചതാ അച്ഛാ, ഇപ്പോഴെങ്ങാണ് എന്റെ കയ്യിൽ. എന്തൊരു കഷ്ടമായി പോയി. അതുപോട്ടെ, പുള്ളി എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. ഗുണ്ടയാണോ? ആ, ഗുണ്ടയാണെങ്കിലും കുഴപ്പമില്ല. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. മനസ്സിലായി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഓക്കെ. പക്ഷെ കനകലത കല്യാണം കഴിച്ചു. അപ്പൊ നമ്മൾ തമ്മിലൊരു തീരുമാനം എടുക്കുമ്പോ ആലോചിച്ച് കണ്ടു വേണം എന്റെ കൂടെ ഇറങ്ങി വരാൻ. ആ തീരുമാനത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. എന്റെ ഭർത്താവ് ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ദൈവത്തെ ഓർത്ത് അങ്ങേരെ മുമ്പിൽ വെച്ച് ഈ പഴയ കാര്യങ്ങളൊന്നും ചേട്ടാ, നമ്മുടെ മോളിൽ താമസിക്കുന്ന ഞാൻ ഇതിന്റെ മോളിൽ താമസിക്കുന്നത്. അറിയാതെ മനസ്സിലായി. നമസ്കാരം. നമസ്കാരം. അവസാനം പറഞ്ഞായിരുന്നു ഇരിക്കണമെന്നോ? അയ്യടാ, പെരിച്ചാഴിന്നിട്ട് തന്നതാണല്ലേ? പിന്നെ എങ്ങനെ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ നാട്ടിലെ ആൾക്കാരെയൊക്കെ കൊളസ്ട്രോളും BP ഒക്കെ കുറച്ചു കൊടുക്കുന്ന ആളാണ്. ഡോക്ടറാണോ? അല്ലല്ല. അല്ലേ? വില്ലേജ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറോ? വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ആൾക്കാർ ഒരു കാര്യത്തിൽ വരുമ്പോ ഒറ്റ പ്രാവശ്യം വന്നാൽ മതി, ഞാൻ 10 പ്രാവശ്യം കൊണ്ട് നടത്തിക്കും. കൊളസ്ട്രോൾ ഒക്കെ അത് വിളിച്ച് അല്ല, ഈ ഒരുപാട് പ്രാവശ്യം നടക്കുമ്പോ ചെരുപ്പ് തേയത്തില്ലേ? തേയും. അതുകൊണ്ട് ഒരു ചെറിയ ചെരുപ്പോടെ കൂടെ തൊട്ടടുത്തിട്ടുണ്ട്. അത് വിളിച്ചു നമ്മൾ ഈ ബുദ്ധിപൂർവ്വമാണല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോ വളരെ ഇന്റലിജന്റ് ആയിട്ടിരിക്കാൻ. ഓ, അതെ. ആഹാരമൊക്കെ പുറത്തുനിന്നാണോ കഴിക്കുന്നേ? അല്ല. പിന്നെ അകത്തുനിന്നാ കഴിക്കുന്നത്. അപ്പൊ അകത്ത് വയ്ക്കും? അല്ല. പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച അകത്ത് പോയിരുന്നു. എന്താ പേര്? എന്റെ പേര് ദിനേശൻ. എന്താ നിങ്ങളുടെ പേരെന്താ? ഈശ്വരൻ. അവളൊരു ഭക്തയാ. എപ്പോഴും ഈശ്വരാന്ന് പറഞ്ഞോണ്ട്. താങ്കൾ പറയും എന്താ പേര്? ഈശ്വരൻ. എന്താ? ഈശ്വരനാണ് പേര്. ആൾക്കാർ സ്നേഹമുള്ളവര് ഈശ്വരൻ എന്ന് വിളിക്കും. ഓ അങ്ങനെ. എനിക്ക് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് ബിസിനസ്സാണ്? എനിക്ക് ജട്ടി കച്ചവടം. പാവാട, നൈറ്റി, പിന്നെ ഈ മുതുകു ചൊറിയുന്ന ഇങ്ങനെ ഒരു കൈയുണ്ടല്ലോ. അല്ല, ഫുട്പാത്തിൽ ഇട്ടാണോ കച്ചവടം? ഏതെടുത്താലും 169 കിടുക്ക് ചട്ടി കാണണോ? വിസിറ്റിംഗ് കാർഡ് കാണണോന്ന്? അത് പിന്നെ കണ്ടോളാം. ഓക്കെ. പിന്നെ ഞാൻ മുകളിലോട്ട്. അല്ലല്ല, ഇരിക്കെ. പുള്ളി പുറത്തുനിന്നൊക്കെ ആഹാരം വാങ്ങിച്ചാ കഴിക്കുന്നേ. ഇന്നിപ്പോ എന്തായാലും വന്നില്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ? പുള്ളി ഓഫീസ് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് മോളിൽ പോയിട്ട് വന്നിട്ടൊക്കെ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. കഴിക്കാം. പിന്നീട് ഒരു ദിവസം കഴിക്കാറുന്നില്ല. ഇവിടെ കഴിച്ചിട്ട് പോയത്. വന്നേ. വേണ്ടായിരുന്നു. ഇല്ല, ഇരുന്ന് അവിടെ അപ്പുറത്തിരുന്ന് കഴിക്കേ. വിളമ്പ്. സംഭവേ, കഴിച്ചിട്ട് പോകും. അതാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവള് ഭയങ്കര പാചകം. അതായത് ഞാൻ അടുത്ത് ഇറങ്ങി വാ, അപ്പുറത്ത് വാ ഒക്കെ വിളമ്പ്.
ഇവളെ കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. ഭയങ്കര കൈപ്പുണ്യോ. എനിക്കറിയാം. അതെങ്ങനെ അറിയാം? ഈ സാധാരണ വീട്ടില് പെണ്ണുങ്ങളാണല്ലോ പാചകം ചെയ്യുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്കാണല്ലോ കൈപ്പുണ്യം, ആണുങ്ങൾക്ക് അതില്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാ. അപ്പൊ ഇപ്പൊ ഹോട്ടലിലും പെണ്ണുങ്ങളാണല്ലോ പാചകം ചെയ്യുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് അതല്ല കൈപ്പുണ്യം. ചേട്ടൻ അവിയലെടുത്തെ. ചേട്ടൻ അവിയലെടുത്തെ. പിന്നെ പുള്ളിക്കാരനെയും ചേട്ടാന്ന് വിളിക്കാൻ കുഴപ്പമില്ല, അതിനുള്ള പ്രായമുണ്ട്. അയ്യോ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. ഈ എത്രയായി? ഈ കുംഭത്തില് എനിക്കൊരു 45. അതെ, അതാണ് സംഭവം. കഴിക്കടി. ഇവളൊരു പാവാ, മനസ്സിലല്ലേ? ഭയങ്കര പേടിയാ, എപ്പോഴും ഈശ്വര ഈശ്വര എന്ന് വിളിച്ചോണ്ടിരിക്കും. ദൈവം കഴിക്ക്. ദൈവമല്ലേ ഈശ്വരൻ. കഴിച്ചോ. ഇവക്കൊരു അച്ഛനും അമ്മയേ ഉള്ളൂ. എല്ലാവർക്കും പിന്നെ അങ്ങനെ ആണല്ലോ. അതെ, രണ്ടെണ്ണം ഉണ്ടാവും. ഇവക്കൊരു സഹോദരൻ ഉണ്ടല്ലേടി? ഒരു സഹോദരൻ പട്ടാളത്തിൽ എന്തോ മറ്റോ ആയിരുന്നു, ഇപ്പൊ ലീവിന് വന്നായിരുന്നു. ഒരു ചിറ്റപ്പനുണ്ട്, ദീപാകരൻ അല്ലേ? ചിറ്റപ്പൻ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അങ്ങ് ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ പട്ടാളത്തിലാണെങ്കിൽ ഒരു ചിറ്റപ്പനും കാണുമല്ലോ. പക്ഷെ ഈ ദിവാകരൻ, നമ്മൾ പ്രായമുള്ളൊരു മനുഷ്യ ഇടാ പോടാന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഒരു പേരും കിട്ടും. ദിവാകരൻ നല്ല പേരാ, നല്ല പേരാ. കറക്റ്റ് സംഭവം. നിന്റെ ചിറ്റപ്പൻ ദിവാകരൻ എന്തേടി? ഞാനെന്നാ മുകളിലോട്ട് പോട്ടെ. സമയമായിട്ടില്ല, ഞാൻ വിടാം.